ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഞാൻ നടത്തുക 4 ട്രേഡാണ്. 4 ട്രേഡിലും ഫുൾ ടാർഗറ്റാണ് വന്നേക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുത്താലാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡിങ് മേഖലയിലേക്ക് കടന്നു വരിക. ട്രേഡിങ് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോബല്ല. അതിന് നല്ലൊരു ഹാർഡ് വർക്ക് വേണം. നിങ്ങൾ പിന്നെ പേഷ്യൻസ് കീപ്പ് ചെയ്യണം, നല്ലൊരു വ്യൂ വേണം, ടൈം വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. നമുക്ക് നിഫ്റ്റിയിൽ 3 ട്രേഡും ബാങ്ക് നിഫ്റ്റിയിൽ 1 ട്രേഡാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 4 ട്രേഡ്. ഈ 4 ട്രേഡിലാണ് ഫുൾ ടാർഗറ്റ് വന്നേക്കുന്നത്. നിഫ്റ്റിയിൽ 50 പോയിന്റ് വെച്ചിട്ടാണ്, ബാങ്ക് നിഫ്റ്റിയിൽ 100 പോയിന്റ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വ്യൂ കൊണ്ടുവരിക, നിങ്ങൾ തന്നെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, പിന്നെ എല്ലാവരും സ്ട്രൈക്കിലേക്ക് വന്നിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ എല്ലാ സ്ട്രൈക്കുകളും നിങ്ങൾക്കറിയാമല്ലോ. ഈ സ്ട്രൈക്കുകളിലാണ് FNOs അവരുടെ ഫണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഡിപ്ലോയ് ചെയ്യണത്. അപ്പോൾ ആ ടൈമിൽ അവരുടെ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് ഞാൻ ഫോളോ ചെയ്യണത്. നിങ്ങൾക്കും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് വരാൻ പറ്റും. നിങ്ങൾ മാർക്കറ്റിനെ വ്യൂ ചെയ്യുക, മാർക്കറ്റ് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കും സക്സസ് ആകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങൊക്കെ പോകാം. ഫസ്റ്റ് നമുക്കൊരു ടാർഗറ്റ് വന്നത് 23,400 CL. അത് 50 പോയിൻ്റാണ് ക്യാച്ച് ചെയ്തേക്കുന്നത്. എൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 161.65 മുകളിലേക്ക് പോകുമ്പോൾ സെല്ലേഴ്സ് സ്കാനിനെ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാമെന്നാണ്. ഇവിടെ ബയ്യേഴ്സ് ഇവിടെ ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. ഉണ്ടല്ലേ, ബോഡി ലോസ് വന്നു കഴിഞ്ഞാൽ അത് ആ ലെവലിനെ റിജക്റ്റ് ആക്കുക ചെയ്യണത്. അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലിമിറ്റിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ തൊട്ട് SL കൊടുക്കുന്ന ഭാഗത്തു നിന്ന് മേടിക്കാം. ഈ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലാണ് ഈ ടാർഗറ്റ് വന്നേക്കുന്നത്. 23,400 CL, 50 പോയിന്റ് നിഫ്റ്റിയിൽ. ഇനി അടുത്ത് ബാങ്ക് നിഫ്റ്റിയാണ്, 49,900 P. ഇതിലും സിനാരിയോ സെയിം തന്നെയാണ്. അതായത് ബയ്യേഴ്സോടെ ലോസ് ആക്കി, ബയ്യേഴ്സ് പിന്നെയും ലോസ് ആക്കി, സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കി, ട്രേഡ് ആക്ടിവേറ്റ് ആയി. ഈ സെല്ലേഴ്സോടെ റിജക്റ്റ് ആക്കുന്നതോട് ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ ഇത്തിരി അടിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റിൽ നിന്ന് എടുക്കാം. ഇത് ഇത്തിരി അടിയിൽ നിന്ന് എടുത്തേക്കണത് ഞാൻ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് എൻ്റെ 100 പോയിൻ്റ് വന്നേക്കണത്. 100 എൻ്റെ മുകളിലേക്ക് പിന്നെയും പോയിട്ടുണ്ട്. നമ്മൾ 100 പോയിൻ്റാണ് സംസാരിക്കുന്നത്. മിനിമം ടാർഗറ്റൊക്കെ അതാണ് 49,900 P. പിന്നെ നമുക്കുണ്ടായിരുന്ന 23,500 CL. എല്ലാത്തിനും സിനാരിയോ സെയിം തന്നെയാണ് കേട്ടോ. അത് ബയ്യേഴ്സ് ലോസ് ആക്കി, സെല്ലേഴ്സ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ബോഡി ലോസ് ചെയ്തു. അടുത്ത ലിമിറ്റിൽ നിന്ന് അല്ലെങ്കിൽ അടിയിൽ നിന്ന് എടുക്കുക, പ്രോഫിറ്റിലേക്ക് ഇരിക്കുക, വെയിറ്റ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് പേഷ്യൻസാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ 2 ക്യാനിലൊക്കെ ഈസി ആയിട്ട് തോന്നുള്ളൂ, മനസ്സിലായാലേ? പേഷ്യൻസ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ കിട്ടുള്ളൂ, അല്ലാണ്ടൊന്നും കിട്ടില്ല. അങ്ങനെയാണ് 23,500 C നമ്മൾ 50 പോയിൻ്റ് അടിച്ചാണത്. പിന്നെ നമുക്കുണ്ടായിരുന്ന 23,350 P. അതും 50 പോയിൻ്റാണ്. നമ്മളോട് ശ്രദ്ധിക്കുക, ഇവിടെ ബയ്യേഴ്സ് ലോസാക്കി, സെല്ലേഴ്സ് അടിയിൽ ലോസാക്കി, ട്രേഡില്ല. പിന്നെ അഗെയിൻ ബയ്യേഴ്സ് ലോസാക്കി, സെല്ലേഴ്സ് എൻ്റെ മുകളിൽ ലോസാക്കി. കറക്റ്റ് നോക്കുക, ബോഡി ലോസ് കറക്റ്റ് എൻ്റെ ലെവലിൻ്റെ മുകളിലാണ്. 60 അല്ല 60 രൂപയാണ് ആ ലെവൽ. ആ ലെവലിൻ്റെ മുകളിലാണ് ബോഡി ലോസ് കിട്ടിയത്. പിന്നെ ഡയറക്റ്റ്ലി എൻട്രിയിലേക്ക് പോവുക. നമുക്ക് അടിയിൽ നടന്ന് കിട്ടും, അല്ലെങ്കിൽ ലിമിറ്റിൽ നിന്ന് കിട്ടും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് അത് എടുക്കുക, മനസ്സിലായില്ലേ? ഇത് 50 പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്കുണ്ടായിരുന്നത്. 4 ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ 4 ട്രേഡിലും ഫുൾ ടാർഗറ്റാണ് അച്ചീവ്മെൻ്റ് ഉണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ട്രേഡുകൾ കിട്ടിയത് 3 മണി വരെയും അല്ലെങ്കിൽ 3:30 വരെയും മാർക്കറ്റ് ടൈം കഴിയണ വരെ ഇരുന്നിട്ട് കിട്ടിയ ട്രേഡുകളല്ല, ഈ ടാർഗറ്റുകളല്ല. ഇത് നമുക്കൊരു 12 മണി 12:30 ആകുമ്പോഴേക്കും എല്ലാ ട്രേഡും 4 ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പ്രോഫിറ്റിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നിർത്തുകയാണ് ചെയ്യണത്, മനസ്സിലായില്ലേ? അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ആയി നിർത്തുക, അതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് വൃത്തിക്കാണ്ട് ചെയ്യുക. പിന്നെ മാർക്കറ്റ് നല്ല രീതിക്ക് പിന്നെ ഓടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? 10-300 നിഫ്റ്റി നിൽക്കുന്നത്. അതിലൊന്നും പിടിക്കാൻ നേരമൊന്നുമില്ല. അത്യാവശ്യം 4 ടാർഗറ്റിക്കൊക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈ പ്രോഫിറ്റ് തന്നെയാണ്. ലോഡ് സൈസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ലോഡ് സൈസത്തെ കാര്യം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഹൈ പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. എങ്ങനെയാണ് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് വ്യൂ ആണ് ഞാൻ യൂസ് ചെയ്യണ പ്ലാറ്റ്ഫോം. അതായത് നമുക്ക് ചാർട്ട് ട്രേഡിങ്ങിനും എല്ലാത്തിനും മറ്റുമായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ബാക്കി എല്ലാത്തിനും ബൈ സെല് ചെയ്യേണ്ടതൊക്കെ അപ്പ് സ്റ്റോക്കിലാണ്. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ കാര്യം പറയാം. എങ്ങനെയാണ് ചാർട്ട് ആഡ് ചെയ്യേണ്ടത്? ഈ പ്ലസ് ചിഹ്നത്തിൽ നിൽക്കുക. ഇവിടെ 23,400 ഏത് സ്ട്രൈക്കാണ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. 22,500 അടിച്ച ശേഷം പിന്നെ റൈറ്റ് സൈഡിൽ ക്ലോസിൻ്റെ അടിയിലൊരു ഐക്കൺ കണ്ടില്ലേ? ക്ലോസിൻ്റെ അടിയിലൊരു ഐക്കണില്ലേ? ആ ഐക്കണിൽ ഞെക്കുക, ഓപ്ഷൻസ് നോക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ വരും. ആ 23,500 എന്ന് പറഞ്ഞ ഓപ്ഷൻസ്, അതിൽ ഈ പ്ലസ് ചിഹ്നം ഞെക്കിയാൽ മതി.
അപ്പോൾ എല്ലാം ആഡ് ആയിക്കോളും. ഇങ്ങനെയാണ് വാച്ച് ലിസ്റ്റ് ആഡ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ആഡ് ആവും. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ചില ആൾക്കാർക്ക് ഇതൊന്നും ആഡ് ചെയ്യാൻ അറിയണ്ടാവില്ല. ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളൂ. അപ്പോൾ അത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്സ്റ്റോക്കിലും സെറോസിലൊക്കെ അക്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നാളെ അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ബൈ.